നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ലഞ്ച് റെസിപ്പിയാണ് ലെമൺ റൈസ്. മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴിയൊക്കെയുള്ള ദിവസങ്ങളിലോ അതോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ലെമൺ റൈസ്. നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉഴുന്നാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നോളം ഉണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. അടുത്തതായിട്ട് തുവര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ തൊലിയോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. മഞ്ഞൾ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു മണവും വല്ലാത്തൊരു ടേസ്റ്റും ആയി പോവും. ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചോറിട്ടിളക്കുമ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിച്ചു വന്നോളൂ. ഇതിലേക്ക് ചോറ് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് പൊന്നി റൈസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ചോറ് ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ഇങ്ങനെ വിട്ട് കിടക്കണം, ഒട്ടിപ്പിടിക്കാതെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അമർത്തി മിക്സ് ചെയ്യില്ല, പതുക്കെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാൻ പോവാം. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് അല്പം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. അതുപോലെ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. അത് ഓരോരുത്തരുടെയും പുളി അനുസരിച്ച്, പുളി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി പുളി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പുളി കുറച്ചുകൂടി വേണമായിരുന്നു, അതുകൊണ്ട് ഞാനൊരല്പം നാരങ്ങ നീരൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അധികം സമയം കളയാതെ വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ലെമൺ റൈസ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.